അപ്പോൾ ഒരു മെയിൻ്റെനൻസ് വർക്കാണ്. കുറച്ച് ദിവസമായില്ലേ മെയിൻ്റെനൻസ് വന്നിട്ട്. ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് ഈ സൈറ്റിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പോയൊരു സൈറ്റ് പോയ അവരെ വീട്ടുകാരനെയാണ്, അവർ മുഖാന്തരം നമുക്ക് ഈ കോൺടാക്ട് കിട്ടിയതാണ്. അവരെന്താ വെച്ചാൽ ഓസ് പൊട്ട് കുറച്ച് കംപ്ലൈൻറ്റുകളാണ്, കുറച്ച് മെയിൻ്റെനൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ 3/4 പൈപ്പും ഈ ഗ്രീൻ ഹൗസും ആണ് അധികം ഞാനിങ്ങനെ ജോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാറ് കേട്ടോ. അതാകുമ്പോൾ കുറേ കാലം നിൽക്കും. ഷെല്ലാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷെല്ലാക്കിന് കുറച്ച് പൈസയല്ലേ ഉള്ളൂ. സോൾവെൻറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് വാങ്ങാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കാറൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓസ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം വന്ന് നോക്കി എല്ലാം മെയിൻ്റെനൻസ് കസ്റ്റമർക്ക് ആദ്യം എല്ലാം ചോദിച്ച് ഇതിന് എന്തൊക്കെ വേണ്ടത് നോക്കി സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈ ഫ്ലഷ് ടാങ്കിൽ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കണക്ഷൻ ട്യൂബ് നോക്കുന്ന സമയത്ത് അതിൽ കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണക്ഷൻ ട്യൂബിലല്ല, ആംഗിൾ കോക്കിലാണ്. ഈ പഴയ ജിയുടെ ഫിറ്റിങ്സ് ആണ്. അപ്പോൾ തുരുമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്പിൻഡിൽ അയച്ചിട്ടാണ് ചെയ്തത്. കാരണം ഇങ്ങനത്തെ ഇതിലൊക്കെ പോയി അയക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആംഗിൾ കോക്ക് മാറ്റേണ്ടി വരും, പൊട്ടും. അപ്പോൾ അത് കുത്തിയെടുത്തൊക്കെ ചെയ്യണം. ചിലപ്പോൾ ഉള്ളിൽ തന്നെ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണക്ഷൻ ട്യൂബ് ഓൾറെഡി ഇത് ഉപയോഗിക്കാത്തൊരു ബാത്റൂം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ശരിയാക്കി അത് കണക്ഷൻ ട്യൂബ് മാറ്റി. അപ്പോൾ അതിന് ചായ വന്നു. അപ്പോൾ വീട്ടുകാർക്ക് സംസാരിച്ച് ചായ കുടി കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ കൂടി ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വാഷർ കംപ്ലൈൻറ്റ് ഉപയോഗിക്കാതെ ഇരുന്നിട്ട് അത് കംപ്ലൈൻറ്റ് ആയിരിക്കണം. അത് മാറ്റി കൊടുത്തു, ഒക്കെ സെറ്റാക്കി വെള്ളം റെഡി ആയിട്ടോ. അതേപോലെ തന്നെ ഈ കാണുന്ന അടുത്ത് ഫ്ലസ്റ്റ് കംപ്ലൈൻറ്റ് ആയിരുന്നു, അതും ശരിയാക്കി. അതിൽ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിൽ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അതും ഈ സെയിം ഇഷ്യൂ തന്നെയാണ്. കാരണം ഈ ജിയുടെ ഫിറ്റിങ്സിലൊക്കെ തുരുമ്പ് കയറും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കയറില്ല, ബ്രാസ് ഫിറ്റിങ്സ് ആണ്. അപ്പോൾ അത് നമ്മളത് ആംഗിൾ കോക്ക് അയക്കേണ്ടി വന്നു, അല്ലാതെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അത് ശരിയാക്കി. അതേപോലെ ഹെൽത്ത് ഫ്ലോസ്റ്റിൽ ഉണ്ട്, നൂല് പോലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്, അത് നമ്മൾ അയച്ച് ക്ലീൻ ആക്കി. അപ്പോൾ എല്ലാം കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മളടുത്ത് പറയാത്തൊരു കംപ്ലൈൻ്റ് ആണ് ഈ വാഷ് ബേസിൻ്റെ ഉള്ളിൽ ഇത് ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടൈറ്റ് ആക്കി കൊടുത്തിട്ടോ. എനിക്ക് കൗതുകമായി തോന്നിയത് ഇവിടുത്തെ വാൾമൗണ്ട് ക്ലോസറ്റിൻ്റെ ഹൈറ്റാണ്, 53 സെൻറ്റിയാണ്. എന്തായാലും കുതിരപ്പുറത്ത് കയറിക്കുന്ന പോലെ ഫീൽ ഉണ്ടാവും ഇതിൻ്റെ മേലെ കയറി നിന്നാൽ. അപ്പോൾ എന്തായാലും ഓക്കെ.